എറണാകുളം കളമശ്ശേരി HMT കാടിന് സമീപം കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേത് തന്നെയെന്ന് സ്ഥിരീകരണം. ഹൈദരാബാദ് FSL നടന്ന പരിശോധനയിലാണ് സ്ഥിരീകരണം ഉണ്ടാകുന്നത്. പിതാവിന്റെ മരണത്തിന് കാരണം സിസ്റ്റത്തിന് സംഭവിച്ച പരാജയമെന്ന് സൂരജ് ലാമയുടെ മകൻ സാന്റോൺ ലാമ 24-നോട് പറഞ്ഞു. രണ്ട് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ DNA ഫലം വന്നു. നവംബർ 30-ന് HMTക്ക് സമീപത്ത് നിന്ന് ലഭിച്ച മൃതദേഹം ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടേതെന്ന് സ്ഥിരീകരണം. കുവൈറ്റിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത വ്യവസായി സൂരജ് ലാമ കൊച്ചിയിലെത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ. മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച സൂരജ് ലാമയെ പോലീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാക്കി. അവിടെ നിന്ന് ലാമ എങ്ങോട്ട് പോയെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ലായിരുന്നു. ഒടുവിൽ കോടതി ഇടപെട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സൂരജ് ലാമയുടെ മൃതദേഹം കണ്ടെത്തിയത്. തന്റെ പിതാവിന് സംഭവിച്ച ദുർവിധിയെ ആവർത്തിക്കരുതെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും സാന്റോൺ ലാമ. So I'll be very honest, okay? There is a price for failure and for not doing your job, but there is no price for life. And I just lost my dad. The biggest price in my life is gone, you know. No, after this, I just want the people of Kerala, I want the High Court to understand what happened. സൂരജ് ലാമയുടെ മകൻ നൽകിയ ഹേബിയസ് കോർപ്പസ് പരിഗണിച്ച ഹൈക്കോടതി സിസ്റ്റത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൊച്ചിയിൽ തന്നെ സംസ്കരിക്കാനാണ് തീരുമാനം. കുവൈറ്റിലായിരുന്നെങ്കിൽ സൂരജ് ലാമ ജീവനോടെ ഉണ്ടാകുമെന്നായിരുന്നു കോടതിയുടെ പ്രധാനപ്പെട്ട പരാമർശം. ഇത് വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ സംവിധാനങ്ങളുടെ പരാജയത്തെയാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.